ഇസ്രായേലിന് വീണ്ടും തലവേദനയായിരിക്കുകയാണ്. ഗാസയിൽ ഹമാസ് ഭീകരർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഹമാസിനെ മുഴുവൻ കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ നിമിഷ നേരം കൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഭീകരന്മാരെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. തോക്കും ആയുധങ്ങളുമായിട്ട് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ എവിടെയായിരുന്നു? ഇസ്രായേൽ അവിടെ റെയ്ഡുകൾ നടത്തി, അവിടെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു. സർവശക്തിയോടുകൂടി ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇവർ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. ഇവർ വേറെ എങ്ങുമല്ലായിരുന്നു. അഭയാർത്ഥികൾ എന്ന രീതിയിൽ അവർ ഗാസയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാം, അവരുടെ യൂണിഫോം, ഇതെല്ലാം രഹസ്യമായി അവർ വെച്ചിട്ട് സിവിൽ ഡ്രസ്സിൽ ഗാസയിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അഭയാർത്ഥികളായിട്ട്. അപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് അവർ ഈ യൂണിഫോമും തോക്കുകളും ഏന്തി അവർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനൊരു തലവേദനയായിരിക്കുകയാണ്. സംശയമൊന്നുമില്ല, പൂർവാധികം ശക്തിയോടെ ഇസ്രായേൽ തിരിച്ചടിക്കും. അതിന് സംശയമൊന്നുമില്ല. ഇവരെ വളർത്തിയാൽ ഇസ്രായേലിന് നിലനിൽപ്പില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി അവർ മനസ്സിലാക്കി ഈ ഭീകരരെ ഉന്മൂലനം ചെയ്യുവാൻ അവർ തയ്യാറെടുക്കുകയാണ്. ഇസ്രായേൽ മാത്രമല്ല, അമേരിക്ക അതിന് പിന്നിലുണ്ട്. പക്ഷേ അവർക്ക് പഴയതുപോലുള്ള പണം വരികയില്ല, ആയുധങ്ങൾ വരികയില്ല. സമീപ പ്രദേശങ്ങൾ എല്ലാം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി, ഹൂതികളെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ സമീപ ദേശങ്ങളുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും ഏതാണ്ട് ഒരുവിധം ഒതുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യഥാഷ്ടം ഇവർക്ക് ആയുധങ്ങൾ വരുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് കയ്യിലുള്ള ആയുധങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ 10,000-കണക്കിന് തീവ്രവാദികളാണ് അവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഈ ഹമാസ് എന്ന തീവ്രവാദി സംഘടനയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവരെല്ലാം തകർന്നുപോയി, അല്ലെ നശിച്ചുപോയി എന്ന് നമ്മൾ ചിന്തിച്ചാൽ വെറുതെയായി. അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഇതിനുള്ളൊരു മറുപടി ഇസ്രായേൽ കൊടുക്കുന്നത് ഭയങ്കര ശക്തിയോടെ ആയിരിക്കും. ഇവർക്ക് ഭക്ഷണം പോലും ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അതേപോലുള്ള തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേൽ
ചെയ്യും, ചെയ്തിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ടൊന്നും ഹമാസ് പാഠം പഠിച്ചിട്ടൊന്നുമില്ല. ഇസ്രയേലാണ് പാഠം പഠിച്ചത്, ഹമാസ് പാഠം പഠിച്ചിട്ടില്ല. അവർ വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്കിതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല. മരിച്ചത് അവരല്ലല്ലോ. മരിച്ചവര് ഹമാസ് ഭീകരരൊന്നുമല്ല. അവിടെയുള്ള സാധാരണ പൗരന്മാരൊക്കെയാണ്. ഏതാണ്ട് 45,000 പേര് കൊല്ലപ്പെട്ടത്. ഇവരൊക്കെ രഹസ്യമായിട്ട് ഒളിവിലും പരസ്യമായിട്ട് വെളിയിലുമൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ ആൾനാശം ഈ ഭീകരർക്കുണ്ടായിട്ടില്ല. അത് വീണ്ടും ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച, വീണ്ടും അതിശക്തമായ ഒരു യുദ്ധം വീണ്ടും ഗാസയിൽ ആരംഭിക്കും. ബന്ദികളെല്ലാം വിട്ടതിന് ശേഷമായിരിക്കും അതിൻ്റെ നടപടിയുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഇസ്രയേൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതാണിപ്പം നമുക്ക് ഹമാസിൻ്റെ രംഗപ്രവേശനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൈ.